ഓണാശംസകൾ. ഇത് ഞങ്ങളുടെ ഓണ ബ്ലോഗാണ്. ഇടാൻ കുറച്ച് ലേറ്റായെങ്കിലും ഞങ്ങളുടെ ഓണം ബ്ലോഗ് എല്ലാവരും കാണണേ. പിന്നെ ഞങ്ങളുടെ ഓണം അത്തം മുതൽ തുടങ്ങി. കുട്ടികളെല്ലാം രാവിലെ എണീറ്റ്, അത്തത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റ് പൂക്കളെല്ലാം പറിച്ചു അത്തപ്പൂവൊക്കെ ഇട്ട്, അവർക്ക് എക്സാം ടൈമാണെങ്കിലും അവർ അത്തപ്പൂ ഇട്ടിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 10 ദിവസം അവർ 10 പൂക്കളം ഇട്ടു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത്തപ്പൂക്കളം ഇട്ട് പോയ ഒരു ഓർമ്മയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളും ഇതുപോലെ എക്സാം ടൈമായിരിക്കും അത്തപ്പൂക്കളം എല്ലാ ദിവസവും, അത്തം മുതൽ എല്ലാ ദിവസവും അത്തപ്പൂക്കളം ഇടുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ ഡിസൈനാണ് അന്ന് ഞങ്ങളൊക്കെ ഇട്ട്, അമ്മയും ഞാനും അച്ഛനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അത്തപ്പൂക്കളം പോലെ. ഇന്ന് കുഞ്ഞുങ്ങൾ അത്തപ്പൂക്കളം ഇട്ട്. ഇന്ന് ഞാൻ അവരെ സഹായിക്കാനൊന്നും പോയില്ല, അവരൊറ്റയ്ക്ക് തന്നെയാണ് ഇട്ടത്. അവർ സഹായിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അവരൊറ്റയ്ക്ക് അത്തപ്പൂക്കളെല്ലാം നല്ല ഡിസൈൻ ചെയ്തൊക്കെ ഇട്ടു. എന്നിട്ട് എക്സാമിന് പോയി. അങ്ങനെ നമ്മൾ 10 ദിവസവും 10 വെറൈറ്റി പൂക്കളമാണ് ഇട്ടത്. ഒരുവിധം നന്നായി, കുട്ടികൾ നന്നായി ഇട്ടു. അവർ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ എക്സാമിന് പോണതിന് മുമ്പ് അവരെല്ലാം പൂക്കളൊക്കെ പറിച്ചു. പിന്നെ എല്ലാ പൂക്കളൊന്നും നമ്മളെ വീട്ടിലുള്ളതല്ല, നമ്മൾ കുറച്ച് പൂ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളെ വീട്ടിലും കുറച്ച് പൂവൊക്കെ ഇട്ടായിരുന്നു. അതൊക്കെ ഇട്ടവർ അങ്ങനെ അത്തം ഭംഗിയായിട്ട്, അവർക്കും ഒരു സന്തോഷമല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ പണ്ടത്തെ പോലെ അത്തത്തിൻ്റെ അന്ന് മുതൽ തിരുവോണം വരെ അത്തം പൂക്കളം ഇടുന്നതൊക്കെ ആ ഒരു അനുഭവം അവർക്കുണ്ടാവട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും തിരുവോണത്തിൻ്റെ അന്ന് മാത്രമല്ലേ അത്തം ഇടാറുള്ളൂ. പലരും, എല്ലാവരും ഒന്നല്ല, കുറേ പേരെങ്കിലും അങ്ങനെയൊക്കെ അത്തം മുതൽ അത്തപ്പൂ ഇടുന്നുണ്ടാവും. ഇപ്പോൾ മിക്കവാറുമുള്ള വീടുകളിലെല്ലാം തിരുവോണത്തിൻ്റെ അന്ന് മാത്രമേ അത്തപ്പൂക്കൾ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ കരുതി എൻ്റെ മക്കൾക്ക് ആ ഒരു പഴമയിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചു. പഴയ രീതിയിൽ അത്തപ്പൂക്കളമൊക്കെ 10 ദിവസം ഇട്ട് ആഘോഷിക്കട്ടെ. അത് അവർക്കൊരു സന്തോഷമല്ലേ. പൂക്കളമൊക്കെ ഇടാനൊക്കെ മക്കൾക്കൊക്കെ വളരെ സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരും ഇടട്ടെ എന്ന് കരുതി അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് 10 ദിവസം നല്ല ഭംഗിയായിട്ടിട്ട്, മോൾ തന്നെ ഡിസൈനൊക്കെ കണ്ടെത്തി അവൾ തന്നെ ഇട്ട്. ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തുള്ളൂ. അവൾ തന്നെ ഫുള്ള് ഇട്ടു. പിന്നെ തിരുവോണത്തിന് അവൾ തന്നെ ഫുള്ള് അത്തം ഇട്ടു. ഏകദേശം അവളെ നല്ല ഭംഗിയായിട്ടിട്ട്. പിന്നെ കുഞ്ഞുമോളും വന്ന് സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രണ്ടാളും അങ്ങനെ ആദിയും അത്തപ്പൂക്കളൊക്കെ ഇട്ടു. പിന്നെ മിടുക്കികളായി. പിന്നെ എന്നിട്ട് സ്കൂളിൽ പോയി എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണം ബ്ലോഗ്. പിന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് വലിയൊരു അത്തപ്പൂക്കളിട്ടു. തിരുവോണത്തെ ആയപ്പോഴത്തേക്ക് വലിയൊരു അത്തപ്പൂ ഇടണമെന്ന് ആമീരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളെ അച്ഛൻ കുറേ പൂവൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലുണ്ടായിരുന്ന പൂവെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ആമി വലിയൊരു അത്തപ്പൂക്കളിട്ടു. അത് അവൾ ഒറ്റയ്ക്ക് തന്നെ ഡിസൈൻ ചെയ്തൊക്കെ, ഞാൻ തന്നെ ഇട്ടോളാം, അമ്മ എന്ന് സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ അവൾ തന്നെ ഡിസൈനൊക്കെ ചെയ്തു. അങ്ങനെ അവൾ തന്നെ ഒരു വലിയ അത്തപ്പൂക്കളിട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ ഒരു വലിയ പൂക്കളുണ്ടായിരുന്നു. അമ്പലത്തിലൊരു വലിയൊരു പൂക്കളം. നമ്മൾ പോയത് വാമന ക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ അവിടെ ഓണാഘോഷമാണല്ലോ, തിരുവോണത്തിനാണ് അവിടെ ഉത്സവം, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ അത്തപ്പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവർ ഊഞ്ഞാലിലൊക്കെ ആടി. അങ്ങനെ അവർക്കതൊക്കെ കണ്ട് സന്തോഷമായി. അങ്ങനെ തിരിച്ചൊക്കെ വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഓണം. തിരുവോണത്തിന് അങ്ങനെ എല്ലാവരും പുതിയ പട്ടുപാവാടയൊക്കെ ഇട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ കാപ്പി കഴിക്കലൊക്കെ ആയി. അങ്ങനെ കാപ്പി കഴിക്കലും പിന്നെ തിരുവോണ സദ്യ കഴിക്കലും ഒക്കെ ആയി. അങ്ങനെയായിരുന്നു നമ്മുടെ ഓണം. അപ്പം നിങ്ങളും എല്ലാം നന്നായി ഓണം ആഘോഷിച്ചല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഒരു കുഞ്ഞോണം നിങ്ങളും കാണണേ. അപ്പോൾ ഓണം ബ്ലോഗിൽ നമ്മൾ കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യാനെങ്കിലും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റായത്. നിങ്ങളെല്ലാവരും ഓണം ബ്ലോഗ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഓണം ബ്ലോഗ് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം എല്ലാവർക്കും, ലേറ്റായെങ്കിലും. അപ്പോൾ ഇത് നിർത്തുന്നു. ബായ്. ആമി സതീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണേ. ബായ്. നമ്മുടെ അടുത്ത ബ്ലോഗ് കുടുംബസംഗമവും
നമ്മുടെ കുടുംബ വീട്ടിലെ ഓണാഘോഷവുമാണ്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേറ്റായെങ്കിലും ഓണാശംസകൾ. ബൈ ബൈ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.